പ്രൈസ് ദി ലോർഡ്. നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും ഇതാ യേശു നാമത്തിൽ നീ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക, ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക, അവൻ്റെ നാമത്തിൽ ചെയ്യുക. ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാം ദൈവമഹത്വത്തെ പ്രതി ചെയ്യുവാൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവമഹത്വത്തെ പ്രതി ചെയ്യുമ്പോൾ ഉണ്ടോ ദൈവത്തിൻ്റെ പ്രത്യേകമായ ബ്ലെസ്സിങ്, അനുഗ്രഹം അതിനകത്തുണ്ടാകും ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതല്ലെങ്കിൽ ഒരു ഭൗതികമായ അനുഗ്രഹം മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ആ ഭൗതിക അനുഗ്രഹമുണ്ട്, അതുകൂടാതെ ആത്മീയ അനുഗ്രഹം കൂടി അതിനകത്ത് കയറി വരും. നിത്യമായ വിധത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എല്ലാം നമുക്കതിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ നമ്മൾ ജോലി ചെയ്യുകയോ എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിൽ ചെയ്യുവാനായിട്ട് നമ്മൾ പരിശീലിക്കുക. അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവാനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകും തോറും നമ്മൾ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മളെ ഇതുപോലെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക. നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് അതിൻ്റേതായ വിലയും ഗുണവുമെല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, അവൻ്റെ രക്തത്തിൻ്റെ യോഗ്യത, ആ യോഗ്യതയിലേക്കാണ് നമ്മുടെ ഹൃദയവും മനസ്സും ഉയരേണ്ടത്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയിൽ ആഗസ്തീനോസ് എന്ന് പറഞ്ഞൊരു പുണ്യവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമൊക്കെ വളരെ മോശമായ ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ആഗസ്തീനോസിൻ്റെ അമ്മയുടെ പേര് മോനിക്ക എന്നാണ്. മോനിക്കയുടെ പ്രാർത്ഥനയിലൂടെയാണ് ആഗസ്തീനോസ് മാനസാന്തരത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആഗസ്തീനോസ് പാപജീവിതം എല്ലാം ഉപേക്ഷിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് വന്നു. മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആഗസ്തീനോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറ്റബോധം വരാൻ തുടങ്ങി. അതായത് ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ചൊക്കെ ആഗസ്തീനോസ് ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കാൻ തുടങ്ങി. അതിൻ്റെ കുറ്റബോധം ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അലട്ടി തുടങ്ങിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തു പോയി, അതിനൊക്കെ എവിടെ പോയി പരിഹാരം ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഏതെങ്കിലും മണലാരണ്യത്തിൽ പോയി എന്തെങ്കിലും തപസ് ചെയ്യുകയോ എന്തെങ്കിലും പീഡകളൊക്കെ ഏറ്റെടുക്കുകയോ ചെയ്ത് അങ്ങനെ യൗവനകാലത്ത് ചെയ്ത പാപത്തിനൊക്കെ പരിഹാരം ചെയ്യണം എന്ന ചിന്ത വന്ന് അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെത്രാൻ, ഹിപ്പോയിലെ മെത്രാൻ ആഗസ്തീനോസിനെ പേര് ചൊല്ലി വിളിക്കുകയും അത് കഴിഞ്ഞപ്പോഴേക്കും ആഗസ്തീനോസിന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, എനിക്ക് വേണ്ടി ജനിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും
എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യേശുക്രിസ്തുവിന് വേണ്ടി ഇന്നു മുതൽ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിലൂടെ ഒഴുകി വരുന്ന രക്ഷ ലോകം മുഴുവനും അറിയുവാൻ, ഇതാ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്ത ആ തീരുമാനത്തോടു കൂടി ആഗസ്തീനോസിൻ്റെ മുഴുവൻ ജീവിതവും മാറി മറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഇങ്ങനെയാണ് നമ്മുടെ യേശു വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ പോക്ക്. അങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.